ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഏകം സ്വതന്ത്ര സഭയുടെ കുർബാന വേണ്ട, ഇല്ലിസിറ്റായ കുർബാന വേണ്ട, സീറോ മലബാർ സഭയുടെ കുർബാന മതി, മെത്രാൻ സിനഡ് തീരുമാനിച്ച കുർബാന, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന, മറ്റെല്ലാ രൂപതകളിലും നടപ്പാക്കിയ കുർബാന, ആ കുർബാന മതി എന്ന ഒരൊറ്റ ആവശ്യം ഉന്നയിച്ച് സുറിയാനി കത്തോലിക്ക സഭയുടെ വിശ്വാസികൾ എറണാകുളം ഭദ്രാസന ദേവാലയത്തിൽ കഴിഞ്ഞ ഒരു മാസത്തോളമായി അപേക്ഷകളോടെ കുത്തിയിരിക്കുകയാണ്. ചിലപ്പോൾ പ്രാർത്ഥിച്ചും ചിലപ്പോൾ അപേക്ഷിച്ചും അവരവിടെ കുത്തിയിരിക്കുകയായിരുന്നു. ഒരു മാസത്തോളമായി. ഇന്ന് സിനഡിന് മുമ്പ് അവരെ ഭദ്രാസന ദേവാലയത്തിൽ നിന്ന് ഇറക്കിവിടണമെന്ന് ആർക്കെങ്കിലും മോഹമുണ്ടായിരുന്നിരിക്കണം. കാരണം കുറച്ച് വിമതന്മാർ പുറത്ത് വന്നു, പിന്നാലെ പോലീസ് വന്നു, ബസലിക്ക ദേവാലയത്തിലെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു, വെള്ളവും നിഷേധിക്കപ്പെട്ടു. ഇങ്ങനെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നുകൊണ്ടിരിക്കെ ഇത് കേട്ടറിഞ്ഞ സഭാവിശ്വാസികള് അവിടേക്ക് ഓടിക്കൂടി. തങ്ങളുടെ സഹോദരി സഹോദരന്മാര് പള്ളിയിൽ തങ്ങൾക്ക് വേണ്ടിയാണ് ഇരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ വിശ്വാസികള് ഓടിക്കൂടി. ഒരു 300ഓളം പേരാണ് അവിടെ ബസലിക്ക ദേവാലയത്തിൽ ഇന്നലെ എത്തിച്ചേർന്നത്. അവര് മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥനയോടെ ഒരു പ്രദക്ഷിണം പോലെ തങ്ങളുടെ അപേക്ഷകള്, തങ്ങളുടെ പ്രാർത്ഥനകള് ഒരൊറ്റ കാര്യമേ ഉള്ളൂ: മെത്രാൻ സിനഡ് തീരുമാനിച്ച കുർബാന, സഭയുടെ കുർബാന ഞങ്ങൾക്ക് വേണം, മാർപ്പാപ്പ അംഗീകരിച്ച കുർബാന ഞങ്ങൾക്ക് വേണം, ഏകം സ്വതന്ത്ര സഭയുടെ ഇല്ലിസിറ്റ് കുർബാന ഞങ്ങൾക്ക് വേണ്ട. ഇതിനേക്കാൾ ന്യായമായ ഒരു ആവശ്യം, ഇതിനേക്കാൾ മെച്ചപ്പെട്ട തരത്തിൽ ചോദിക്കാൻ പറ്റുമോ? അതാണ് അവർ ചെയ്തത്. തീർച്ചയായിട്ടും ചിലരെല്ലാം മെത്രാന്മാരോടുള്ള രോഷം, കലിപ്പ് വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം അവരുടെ ആ നേരത്തെ വൈകാരികമായിട്ടുള്ള ഒരു, തീർച്ചയായിട്ടും അത് ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഏതായാലും രാത്രി 9 മണി ആയപ്പോഴേക്കും വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടു. ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ബോധ്യം വന്നിട്ടോ അതോ ഇവരുടെ ഇടയിലുള്ളവർ തന്നെ ശ്രമിച്ചിട്ടോ, ഏതായാലും വൈദ്യുതി പുനഃസ്ഥാപിക്കപ്പെട്ടു. വിശ്വാസികളുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇതൊരുപക്ഷെ കണ്ടില്ലെന്ന് വെക്കാൻ മെത്രാന്മാർക്ക് കഴിയുമായിരിക്കും. എന്നാൽ വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹ പറഞ്ഞിട്ടുള്ളതിനാൽ, അവന്റെ വാക്കുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമുള്ളതിനാൽ, വിശ്വാസികളെ ഏറ്റവും ന്യായമായ ഈ വിലാപം, ഈ സങ്കടം സങ്കീർത്തകനെ കൂട്ടുപിടിച്ച് സമർപ്പിക്കട്ടെ. പരാജിതരുടെ വിലാപഗാനം പഴയ നിയമത്തിലുണ്ട്. സങ്കീർത്തനം 44 അങ്ങനെ ഒരു പരാജിതരുടെ വിലാപഗാനമാണ്. ഞങ്ങള് സഭയുടെ വിശ്വാസികള് നേതാക്കന്മാരുടെ പിടിപ്പുകേട് മൂലം പരാജിതരായിരിക്കുകയാണ്. അതുകൊണ്ട് വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന ആ ഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, കർത്താവ് ഈശോ മിശിഹ പറഞ്ഞ ആ സൗഭാഗ്യം ഞങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി, ഞങ്ങളുടെ സങ്കടങ്ങള്, വിശ്വാസികളുടെ കണ്ണീരിൽ കുതിർന്ന പ്രാർത്ഥന പരാജിതരുടെ വിലാപഗാനമായി ഇവിടെ സമർപ്പിക്കട്ടെ. നിങ്ങൾ ഇതോടൊപ്പം എന്നോടൊപ്പം പ്രാർത്ഥിക്കണമെന്നും സഭയുടെ കുർബാന കിട്ടാൻ വേണ്ടി കുത്തിയിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരോട് പൂർണ്ണമായി താതാത്മ്യപ്പെട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും ഞാൻ അപേക്ഷിക്കുകയാണ്. സങ്കീർത്തനം 44. ദൈവമേ, പൂർവകാലത്ത് ഞങ്ങളുടെ പിതാക്കന്മാരുടെ നാളുകളിൽ അങ്ങ് ചെയ്ത പ്രവൃത്തി അവർ ഞങ്ങൾക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ചെവി കൊണ്ട് ഞങ്ങളത് കേട്ടിട്ടുമുണ്ട്. അങ്ങ് സ്വന്തം കൈകൊണ്ട് ജനതകളെ പുറത്താക്കി ഇവരെ നട്ടുപിടിപ്പിച്ചു. ഇവരുടെ തടസ്സം നീക്കാൻ അങ്ങ് വംശങ്ങളെ നശിപ്പിച്ചു. തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശം കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, അങ്ങയുടെ ഭുജവും അങ്ങയുടെ മുഖപ്രകാശവും കൊണ്ടത്രേ. അങ്ങേക്ക് അവരോട് പ്രീതിയുണ്ടായിരുന്നുവല്ലോ. ദൈവമേ, അങ്ങ് എന്റെ രാജാവാകുന്നു. യാക്കോബിന് രക്ഷ കൽപ്പിക്കണമേ.
അങ്ങ് വഴിയായി ഞങ്ങൾ വൈരികളെ തള്ളി വീഴ്ത്തും. ഞങ്ങളോട് എതിർക്കുന്നവരെ അങ്ങയുടെ നാമത്തിൽ ചവിട്ടി മെതിക്കും. ഞാൻ എന്റെ വില്ലിൽ ആശ്രയിക്കുകയില്ല, എന്റെ വാള് എന്നെ രക്ഷിക്കുകയുമില്ല. അങ്ങാണ് ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്. ഞങ്ങളെ വെറുത്തവരെ അങ്ങ് ലജ്ജിപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൽ ഞങ്ങൾ നിരന്തരം അഭിമാനം കൊള്ളുന്നു. അങ്ങയുടെ നാമത്തിന് നിത്യവും സ്തോത്രം ചെയ്യുന്നു. സേല. ഇപ്പോഴോ അങ്ങ് ഞങ്ങളെ തള്ളിക്കളഞ്ഞ് ലജ്ജിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം അങ്ങ് പുറപ്പെടുന്നതുമില്ല. വൈരിയുടെ മുമ്പിൽ തോറ്റോടാൻ അങ്ങ് ഞങ്ങൾക്കിടവരുത്തി. ഞങ്ങളെ വെറുക്കുന്നവർ ഞങ്ങളെ കൊള്ളയടിക്കുന്നു. ഭക്ഷണത്തിനുള്ള ആടുകളെ പോലെ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ജനതകളുടെ ഇടയിൽ അങ്ങ് ഞങ്ങളെ ചിതറിച്ചിരിക്കുന്നു. അങ്ങയുടെ ജനത്തെ വില വാങ്ങാതെ വിൽക്കുന്നു. അവർക്ക് വില കൽപ്പിച്ച് സമ്പത്ത് വർദ്ധിപ്പിച്ചതുമില്ല. അങ്ങ് ഞങ്ങളെ അയൽക്കാർക്ക് അപമാന വിഷയവും ചുറ്റുമുള്ളവർക്ക് നിന്ദയും പരിഹാസവുമാക്കുന്നു. അങ്ങ് ഞങ്ങളെ ജനതകളുടെ ഇടയിൽ പഴമൊഴിയാക്കി. വംശങ്ങളുടെ നടുവിൽ പുച്ഛത്തിന്റെ തലയാട്ടലിനും വിഷയമാക്കി. എന്റെ അപമാനം ഇടവിടാതെ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ മുഖത്തെ ലജ്ജ എന്നെ മൂടിയിരിക്കുന്നു. നിന്ദിച്ച് ദുഷിക്കുന്നവന്റെ വാക്കുമൂലമാണിത്. ശത്രുവിന്റെയും പ്രതികാരകന്റെയും ഉന്നം നിമിത്തം തന്നെ. എങ്കിലും ഞങ്ങൾ അങ്ങയെ മറന്നിട്ടില്ല. അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചിട്ടുമില്ല. എന്നിട്ടും ഇതൊക്കെയും ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളുടെ ഹൃദയം പിന്തിരിയുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടുമാറുകയോ ചെയ്തിട്ടില്ല. എന്നിട്ടും അങ്ങ് ഞങ്ങളെ കുറുക്കന്മാരുടെ സ്ഥലത്ത് വെച്ച് തകർത്ത് കളഞ്ഞു. കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ ഞങ്ങളുടെ കൈകളെ അന്യദേവനിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം ശോധന ചെയ്യാതിരിക്കുമോ? ഹൃദയ രഹസ്യങ്ങൾ അവിടത്തേക്ക് അറിയാമല്ലോ. അങ്ങ് നിമിത്തം ഞങ്ങളെ ദിനം പ്രതി കൊല്ലുന്നു. അറക്കാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു. കർത്താവേ, ഉണരണമേ. അങ്ങ് ഉറങ്ങുന്നതെന്ത്? എഴുന്നേൽക്കണമേ. ഞങ്ങളെ എന്നേക്കും തള്ളിക്കളയരുതേ. അങ്ങയുടെ മുഖം മറയ്ക്കുന്നതും ഞങ്ങളുടെ കഷ്ടതയും പീഡയും മറക്കുന്നതും എന്ത്? ഞങ്ങൾ നിലത്തോളം കുനിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വയറ് ഭൂമിയോട് പറ്റിയിരിക്കുന്നു. ഞങ്ങളുടെ സഹായത്തിനായി എഴുന്നേൽക്കണമേ. അങ്ങയുടെ ദയനിമിത്തം ഞങ്ങളെ വീണ്ടെടുക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.